ഫ്രണ്ട്സ്, ടിയാനി കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാമോ, ഇതുണ്ട് നമ്മുടെ പയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളവെടുക്കാറായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ വിളവെടുത്തിട്ട് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഓണച്ചന്തയിലേക്കായിട്ടോ നമ്മൾ കൊടുക്കാൻ പോകണ്ടേ. കണ്ടോ, ഓണം വിപണിയിലേക്ക് നമ്മളൊന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു നമ്മുടെ ഓണം വിപണിയിലേക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അടിപൊളിയായിട്ട് വിളവെടുക്കാറായിട്ട് നിൽപ്പുണ്ട്. ഇത് ഫുള്ള് നമ്മൾ വിളവെടുത്ത് ഓണം വിപണിയിലേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോട്ടോ. അപ്പം നമുക്ക് വിളവെടുത്ത് തുടങ്ങിയാലോ, വായോ. ഇതുണ്ടോ, വലിയ നോക്കി നമുക്ക് കട്ട് ചെയ്യാം. ഇന്ന് പപ്പായ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ക്യാമറമാനും ഉള്ളു കേട്ടോ. ക്യാമറമാൻ്റെ ജോലി ചെയ്യുന്നു. ഞാനും അമ്മയും കൂടെ ഇത് വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പപ്പായ്ക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനായിരുന്നുണ്ട്. പപ്പ ഇന്ന് വന്നില്ലേ, അപ്പം നേരത്തെ പോകും. അതുകൊണ്ട് ഇന്ന് ഞാനും അമ്മയും കൂടെ ആക്കും. നമ്മൾ ഫുൾ തിരക്കാണ്. പിന്നെ ഓണമൊക്കെ എടുക്കാറായല്ലേ. ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തിരുവോണം ഇങ്ങ് എത്തി. സദ്യയൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ അപ്പടി മഴ കേട്ടോ. ഇത്തവണത്തെ ഓണത്തെ വെള്ളത്തിലാട്ടോ. എങ്ങനെ പോയാലും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു സദ്യ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇത്തവണ നമുക്ക് അടിച്ച് പൊളിക്കാം, ഒരു കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കി അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഈ വർഷത്തെ തിരുവോണവും അങ്ങനെ അടിപൊളിയായിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചി നല്ല എക്സൈറ്റ്മെൻറ്റ്, നല്ല ഹാപ്പി ആണ്. പിന്നെ സ്കൂളൊക്കെ അടച്ചു. നിങ്ങൾ ടൂർ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ വലിയതായിട്ട് അവിടെ ഒന്നും പോയിട്ടില്ല. നമുക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ 3-5 ഒരു റിസപ്ഷൻ ഉണ്ട്. അതിനൊക്കെ പോകണം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പോയി അടിച്ച് പൊളിക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ക്യാമറമാൻ കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടേ. അയ്യോ, പന്തേലൊക്കെ കയറി നിന്നപ്പോൾ അടിപൊളിയായിട്ടാട്ടോ നിൽക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ വാങ്ങി ഈ സഹായിക്കാൻ ചെയ്യാം. കേരള സർക്കാരിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇവിടെ സബ്സിഡിയോടുകൂടിയാണ് എല്ലാ സാധനങ്ങളും വിൽക്കുന്നത്. ഈ കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് മേടിച്ച് മേടിച്ച് കൃഷിക്കാരിലേക്ക് ആ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ പറ്റും. എല്ലാവരും ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് രാമചന്ദ്രൻ അവരുടെ ക്ഷണിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഓണം
ഓർക്കുന്നത് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ പയറൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. നമ്മുടെ പയർ വന്നിട്ട് 5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ പയറൊക്കെ നമ്മുടെ മനോജ് സാറിനും അതുപോലെ തന്നെ അനിൽ സാറിനൊക്കെ കണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു സംരംഭമാണ്. അതുപോലെ തന്നെ കടയിലത്തെക്കാളും ഏറ്റവും കൂടുതൽ വിലയ്ക്കാണ് നമുക്ക് പയർ കൊടുത്തിട്ട് നമുക്ക് പൈസ കിട്ടുന്നത്. അതുപോലെ ഇത് വിൽക്കുമ്പോൾ കടയിലത്തെക്കാളും ഒരുപാട് പൈസ കുറച്ചാണ് ഇത് വിൽക്കുന്നത്. ഒരു അടിപൊളിയാണ്. കർഷകർക്കും അതുപോലെ തന്നെ മേടിക്കുന്നവർക്കും ഒരു ലാഭമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയും പുതിയ വീഡിയോ തരാം. ടാറ്റാ.